അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, പൊതുജനം പലവിധം. ഇതൊരു പൊതു തത്വമാണ്. നാം ഏതൊരു കാര്യം ചെയ്താലും, നന്മയായ കാര്യം ചെയ്താൽ പോലും രണ്ട് അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാകും. അതുകൊണ്ടാണ് പൊതുജനം പലവിധം എന്ന തത്വം നാം അംഗീകരിക്കുന്നതും. ദുനിയവിയും ഉഖ്റവിയുമായ ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് എങ്കിൽ പൊതുജനത്തിന്റെ ആക്ഷേപങ്ങളോ എതിർ അഭിപ്രായങ്ങളോ നാം സ്വീകരിക്കരുത്. ഈ ഹദീസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ യഖാഫു ഫില്ലാഹി ലൗമത്ത ലായിം. അള്ളാഹുത്താരുടെ പൊരുത്തം കിട്ടുന്ന ഏതൊരു വിഷയത്തിലും ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയക്കുകയില്ല എന്നത് പൂർണ്ണമായ ഈമാനിന്റെ അടയാളമാണ്. ഈ ഹദീസാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനം പലവിധമാണ്. അവരുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. കഴിഞ്ഞ ദിവസത്തെ ഹദീസിൽ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നാം മറന്നു പോകരുത്. പൊതുജനം എന്നത് പല വിധത്തിലാണ് അവരുടെ അഭിപ്രായങ്ങൾ. ഒരു മനുഷ്യൻ തന്റെ മകനും തന്റെ കഴുതയുമായിട്ട് യാത്ര തിരിക്കുകയാണ്. കുറെ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തുനിന്ന് കുറച്ച് ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ മനുഷ്യൻ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ നോക്കിക്കൊണ്ടാണല്ലോ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ടാണ് കഴുതയെ നടത്തിക്കൊണ്ടുപോകുന്നത്? ആ കഴുതയെ നിങ്ങൾക്കൊന്ന് ഉപയോഗപ്പെടുത്തിക്കൂടെ? ആർക്കെങ്കിലും ആ കഴുതയിൽ ഒന്ന് കയറിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യൻ കഴുതപ്പുറത്ത് കയറുകയാണ്. അങ്ങനെ മൂന്ന് പേരും പിന്നെ യാത്ര തിരിക്കുകയാണ്. മകൻ നടന്നു പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുറച്ച് ആളുകൾ മറ്റൊരു ഭാഗത്ത് നിന്ന് എന്തോ ഇവരെ നോക്കി സംസാരിക്കുന്നതായിട്ട് കണ്ടു. ഈ മനുഷ്യൻ ചോദിച്ചു, ഞങ്ങളെ നോക്കിക്കൊണ്ടാണല്ലോ പറയുന്നത്, ഞങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, നിങ്ങൾ ആ കുട്ടിയോട് എന്ത് ക്രൂരതയാ കാണിക്കുന്നത്? കുട്ടിയെ നടത്തിക്കൊണ്ടു പോകുന്ന എന്തിനാ? കുട്ടിയെയും കൂടി നിങ്ങൾക്ക് ആ വാഹനത്തിൽ കയറ്റിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുട്ടിയെ വാഹനത്തിൽ കയറ്റി. പിന്നീട് കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു നീങ്ങുന്ന സമയത്ത് രണ്ടുപേരും കഴുതപ്പുറത്തിരുന്ന് അങ്ങനെ യാത്ര തിരിക്കുന്ന സമയത്ത് കുറച്ചാളുകൾ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ടു. ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ പറഞ്ഞത്, ആ കഴുതയോട് നിങ്ങൾ എന്ത് ക്രൂരതയാ കാണിക്കുന്നത്? ആ കഴുത എത്ര കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ അകത്ത് കയറിയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ പിതാവ് കഴുതയുടെ പുറത്തു നിന്ന് ഇറങ്ങി. പിതാവ് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി, കുട്ടി മാത്രം. അങ്ങനെ കുറച്ചുകൂടി നടന്നു പോകുമ്പോ, കുറച്ചുകൂടി സഞ്ചരിക്കുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് കുറച്ചാളുകൾ പറയാണ്, ഒരഭിപ്രായം പറയുന്നു. ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, കണ്ടോ, ഒരു അദബും ഗുരുത്വവും ഇല്ലാത്ത കുട്ടിയാണല്ലോ കഴുതപ്പുറത്തിരിക്കുന്നത്. പിതാവിനെ നടത്തിക്കൊണ്ട് കുട്ടി കഴുതപ്പുറത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ അഭിപ്രായം കേട്ടു. ബഹുമാനികളെ, ഇത് ഒരു പൊതുതത്വമായിട്ട് നമ്മളെ ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് എന്ത് സംഭവിച്ചത് ഒരു കഥയായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. പൊതുജനം എന്നുള്ളത് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു തീരുമാനമെടുത്ത് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ മറ്റുള്ളവർ എന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നിയപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അവിടെ അന്വേഷിച്ചു എന്നതുകൊണ്ട് വലിയ തെറ്റില്ല. പിന്നെ അതിനുശേഷം ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് ഈ മനുഷ്യനിക്ക് ഇല്ലാതെ പോയി. ഇങ്ങനെ ആകാൻ നമ്മൾ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിന് നാം ഇറങ്ങുമ്പോഴും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും. അതിൽ നന്മയായ കാര്യങ്ങൾ എടുക്കാൻ നാം തയ്യാറാവുകയും മറ്റുള്ളതിനെ എല്ലാം അവഗണിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുപേക്ഷണീയമായ കാര്യം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യഖാഫു ഫില്ലാഹി ലൗമത്ത ലായിമിൻ. അല്ലാഹു തആലയുടെ പൊരുത്തം കിട്ടുന്ന ഏതൊരു വിഷയത്തിലും ആക്ഷേപകരുടെ ആക്ഷേപത്തെ ഭയക്കുകയില്ല എന്നത് ഈമാനിന്റെ അടയാളമാണെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ എല്ലാ രീതിയിലും മുന്നേറാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.